ഹായ് കൂട്ടുകാരെ, ഞാൻ 10ാം ക്ലാസ്സിൻ്റെ മാത്സ് സബ്ജക്റ്റാണ് എടുക്കുന്നത്. മാത്സ് എനിക്ക് പറ്റുന്ന തരത്തിൽ നന്നായി പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ഈ വീഡിയോയിലൂടെ, അതായത് ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ശ്രമിക്കുന്നതാണ്. ഞാൻ ഇടുന്ന വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. അതായത് ബിലോ ആവറേജ് ആയി ഉള്ളവർക്കും വളരെ ഉപയോഗപ്രദമായ രീതിയിലാണ് മാത്സ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ കാണുന്ന ഓരോരുത്തരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്സ് ചെയ്ത് പഠിക്കുക. മാത്സ് എപ്പോഴും ചെയ്ത് പഠിക്കുന്നതാണ് അതാണ് അതിൻ്റെ ശരിക്കുള്ള രീതി. എങ്കിൽ മാത്രമേ നമുക്ക് മാത്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ, നമുക്ക് നന്നായി മാത്സ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങളുടെ ഫോണുകളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയും നിങ്ങൾക്ക് അതനുസരിച്ച് ഓരോ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ. ഓക്കെ, ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററായ മാത്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് എന്ന പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കതിലാദ്യം സീക്വൻസ് എന്താണെന്ന് നോക്കാം. നോക്കൂ, സീക്വൻസ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ദി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ അക്കോർഡിംഗ് ടു ഡെഫിനിറ്റ് റൂൾ ഈസ് കാൾഡ് എ സീക്വൻസ്. എന്താണ്? എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി written as the first, second, third and so on according to the definite rule is called a sequence. അതായത് ഒരു കൂട്ടം നമ്പേഴ്സിനെ എങ്ങനെ എഴുതുന്നു? ആദ്യത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് അങ്ങനെ എഴുതി പോകുന്നു. എങ്ങനെ? അക്കോർഡിംഗ് ടു ഡെഫിനിറ്റ് റൂൾ, ഒരു പ്രത്യേക റൂൾ അനുസരിച്ച് ആദ്യത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്ന് ഫോമയിട്ട് എഴുതി വയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കൂ. 1 2 3 4 5 6 7 അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പേഴ്സ്. നോക്കൂ, 1, 2, 3, 4, 5 അങ്ങനെയാണ് ഇത് എഴുതുന്നത്. നമ്മൾ നാച്ചുറൽ നമ്പർ എഴുതുന്നതിനൊരു എന്തുണ്ട്? ഡെഫിനിറ്റ് റൂളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ നാച്ചുറൽ നമ്പർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു സീക്വൻസാണ്. നെക്സ്റ്റ് നോക്കിക്കേ, 2 4 6 8 10 12 14. നോക്കൂ, ഇതെന്താണ്? ഈവൻ നമ്പേഴ്സാണ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകളാണ്. നോക്കൂ, അതും ഒരു ഡെഫിനിറ്റ് റൂൾ വെച്ചിട്ടല്ലേ എഴുതിയിരിക്കുന്നത്. 2 4 2 കഴിഞ്ഞാൽ അടുത്ത് 4 വരണം, 4 കഴിഞ്ഞാൽ 6 വരണം, അത് കഴിഞ്ഞ് 8 വരണം. അപ്പോൾ അങ്ങനെ ഒരു ഡെഫിനിറ്റ് റൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈവൻ നമ്പേഴ്സ്, അതായത് ഇരട്ട സംഖ്യകളും എഴുതിയിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, 1 3 5 7 9 11. നോക്കൂ, ഇതെന്താണ്? ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളാണ്. അതും ഡെഫിനിറ്റ് റൂൾ അനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഒറ്റ സംഖ്യകൾ നമ്മൾ ക്രമത്തിൽ എഴുതിയിരിക്കുന്നു. അടുത്ത് നോക്കൂ, നമ്മുടെ റൂട്ട് നമ്പേഴ്സ് 2 √2, 3 √2, 4 √2. അപ്പോൾ അതും എന്താണ്? ഒരു ഡെഫിനിറ്റ് റൂൾ ഉപയോഗിച്ചിട്ടാണ് അതും എഴുതിയിരിക്കുന്നത്. അടുത്ത നമ്മളെ ഫ്രാക്ഷൻസ്, ഫ്രാക്ഷൻ ഉൾപ്പെടുന്ന ഹോൾ നമ്പേഴ്സ്. നോക്കൂ, 1 1.5, 2 2.5, 3 3.5. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഒരു ഡെഫിനിറ്റ് റൂൾ അനുസരിച്ച് ആദ്യത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് ആ രീതിയിൽ എഴുതി വച്ചിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സീക്വൻസ് എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ദി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്
ആൻഡ് സോ ഓൺ അക്കോർഡിംഗ് ടു ഡെഫിനിറ്റ് റൂൾ ഈസ് കാൾഡ് എ സീക്വൻസ്. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഇത് നന്നായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും എത്തുന്നതാണ്.